ഈ $1 മില്യൺ ബിസിനസ് ഐഡിയ തൽക്കാലം കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ തൽക്കാലം ബിസിനസ് തുടങ്ങാനുള്ള ഒരു ഐഡിയ എങ്കിലും കിട്ടണം. ഒന്ന് സെറ്റാവുന്നില്ല. ഓ അതാണ് ഈ ബ്ലിങ്ക് കഥ. നീ ഒരു കാര്യം ചെയ്യും, ആ ചൂട് ദോശയുടെ കൂടെ ഞാൻ കൊണ്ടുവന്ന ആ ചട്നിപ്പൊടി ഇല്ലേ, അത് കൂട്ടി കുഴച്ചൊന്ന് അടിച്ചു നോക്കിയേ, ഐഡിയാസ് ഒക്കെ ഇങ്ങനെ ഒഴുകി വരും. അതെ, എന്തിനാ വെറുതെ പട്ടിണി കിടക്കുന്നത്? ആര് പട്ടിണി നടക്കുന്നു? അവിടെ ഇതാ, നീ പേടിക്കണ്ട, എന്തെങ്കിലുമൊക്കെ ഐഡിയ വരും, വെറുതെ നാറ്റ് പേടിക്കല്ലേ. അങ്ങനെ എന്തെങ്കിലും ബിസിനസ് ഞാൻ ചെയ്യൂല. സന്തോഷമായില്ലേ? കുറച്ചുകൂടെ സമാധാനിപ്പിക്കും, അപ്പോൾ കുറച്ചുകൂടെ സന്തോഷം. അയ്യോ ലേറ്റായി, ദൈവമേ. വന്ന് ഇത്ര നേരത്തെ ലേറ്റ് ആവാൻ തുടങ്ങിയ ആ പ്രൈസല്ല, MD-നോട് ഒന്ന് സാലറി ഹൈക്കിനെ കുറിച്ച് സൂചിപ്പിക്കണം. ഞാൻ പോട്ടെ. ഇത്ര ടേസ്റ്റാ. ബൈ. എന്തല്ലേ നവതലമുറയ്ക്ക് ഇങ്ങനെ കാശിന് പുറകെ ഓട് തന്നെ. എടാ പിന്നെ നിന്റെ പഴയ 2 തിരക്കഥ തരുമോ? ക്രിയേറ്റീവ് ആയിട്ടുള്ള തിരക്കഥ വായിച്ചിട്ട് ക്രിയേറ്റീവ് ബിസിനസ് ഐഡിയ കിട്ടാനുള്ള സ്ട്രാറ്റജിക് ഐഡിയ അല്ലേ? അല്ല അതല്ലടാ, ആ പേപ്പർ പോയി കൊടുത്തിട്ടെ അപ്പുറത്തെ കടയിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങാനാ. ഇപ്പൊ സന്തോഷായി. 5 1.5 കൊടുക്കും. എന്ത്? അവന്റെ തൊലിഞ്ഞ ചളിയുടെ റേറ്റിംഗ്. പിന്നെ ഞാൻ 5 4 കൊടുക്കും. നീ കൊടുക്കും, നീ തറയാണ്. പോയി ഞാൻ പോണു. ദോശ അല്ല, അതവിടെ ഇരുന്നോട്ടെ. പാത്രം കഴിയും. പോടാ, ഞാൻ അടുക്കളയിൽ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ. എടാ സാമേ, നീ ഇങ്ങനെ നമ്മൾ അന്വേഷണമായിട്ട് ഇരുന്നിട്ടൊരു കാര്യമില്ല. അതും വീട്ടിലിരുന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് ഒന്നും നടക്കില്ല. നമുക്കൊരു പണി ചെയ്യാം, നമുക്കൊന്ന് മാറ്റി പിടിക്കാം. ബാ. എങ്ങോട്ട്? അല്ല, ഇങ്ങോട്ടാന്ന് പ്ലാൻ ആയിട്ടില്ല. തൽക്കാലം നമുക്ക് പാത്രം കഴുകാൻ അടുക്കളയിലേക്ക് പോവാം. കമോ. ഞാൻ കഴിച്ചില്ല. അതൊക്കെ മതി, കഴിഞ്ഞു. സർ മേ യെസ്. ഇതെന്തൊരു കാലത്ത് സർ റിപ്പോർട്ട് 10 പ്രാവശ്യം പോലും ചോദിച്ചാൽ തരാത്ത റിപ്പോർട്ട് ചോദിക്കാണ്ട് കൊണ്ടുവന്നോ? ഈസ് എവറിത്തിങ് ഓക്കെ? യെസ് സർ, എല്ലാം ഓക്കെയാണ്. ദെൻ ഗുഡ്, ഞാൻ നോക്കിക്കോളാം. ഓക്കെ. എന്തേ? അത് സർ ഈ പ്രൈസിൽ പ്രൈസിൽ ഞാൻ HR ഫോർവേഡ് ചെയ്തേക്കാം. ഗുഡ്. ഏ അല്ല, ഈ റിപ്പോർട്ടൊക്കെ ഗുഡായിരിക്കുമല്ലോ അല്ലേ? താനോടെ കാരണം കണ്ടപ്പോഴും എനിക്ക് തോന്നി നീ ചെല്ല്. അതെ, 1 വർഷത്തെ പെർഫോമൻസ് അനുസരിച്ചിരിക്കും അപ്രൈസിൽ. പിന്നെ ഓഫീസിൽ വരുന്നതും പോകുന്നതിൻ്റെയും ടൈമിങ് വലിയൊരു ഫാക്ടർ ആയിരിക്കും. യു ഗോട്ട് ഇറ്റ്? എൻ്റെ കാര്യം തീരുമാനമായി. സർ, യെസ്. മാഡം മോനെ ഇവിടെ ഏൽപ്പിച്ചിട്ട് പോയി. ആരുടെ മോനെ? ഡാഡി. എൻ്റെ മോൻ കുട്ട നീരജ്. ഇതാരുടെ ഫോണ്? എൻ്റെ സർ. മേടിച്ചോണ്ട് പോടോ. താമ കൊടുക്കൂട്ടാ. വാ മോനെ. എന്താ മോൻ്റെ പേര്? നീരജ്. ഓ സ്വീറ്റ് ബോയ്, ഇവിടെ ഇരിക്കി. ഏത് സ്കൂളിലാ? ഇന്ന് സ്കൂളിൽ പോയില്ലേ? മഴ. മഴയോ? എന്താ എത്ര നാളോ? ലക്കി, ഓ സാർ. തൻ്റെ റിപ്പോർട്ടിൻ്റെ കാര്യം എന്താ ചെയ്യാൻ പറ്റും ഞാൻ നോക്കട്ടെ. താങ്ക് യു സാർ. മോനെ നോക്കണോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഞാൻ നോക്കാം സാർ. ഓക്കെ. നോ ജങ്ക് ഫുഡ്, നോ മൊബൈൽ, നോ ട്രബിൾ. ഓക്കെ സാർ ഒന്നുകൂടെ പറയാം സാർ. നോ ജങ്ക് ഫുഡ്, നോ മൊബൈൽ, നോ ട്രബിൾ. ഓക്കെ സാർ. എടാ മതിയടാ, കൊറേ നേരമല്ലോ വാമപ്പ്. നിനക്കെന്നാ വീട്ടിലിരുന്നാ പോരായിരുന്ന? എടാ മണ്ടന്മാരെ, ഇരുമ്പിനോട് മാത്രം പ്രണയെന്ന് ഇൻസ്റ്റാഗ്രാമിന് പോസ്റ്റ് ഇട്ടിട്ട് ഇത് കിടന്ന് തൂങ്ങിയിട്ട് ഒരു കാര്യമില്ല. നീയാണ് പോസ്റ്റ് ഇട്ട്? അതെ ആശാനപ്പം ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അങ്ങനെ ചോദിക്കും. എടാ ശരീരം എപ്പോഴും സെറ്റായിട്ടിരിക്കാൻ ഏറ്റവും നല്ല എന്താണ്? സ്വിമ്മിങ് ആണ്. സ്വിമ്മിങ്ങോ? ആ എടാ, നമ്മുടെ നീന്തല് സ്വിമ്മിങ്ങിന്റെ അത്ര എഫക്റ്റീവായിട്ട് വേറെ വർക്കൗട്ട് ഇല്ല. അത് ഞാനും കേട്ടിട്ടുണ്ട്. ആ ഇത് മടി, ഇവന് പണിയെടുക്കാതിരിക്കാനുള്ള മടി. എടാ മടിയൊന്നുമല്ല, ഇവിടെ കിടന്ന് മുക്കി മൂളി ഇതൊക്കെ എടുത്ത് പൊക്കി നീയൊക്കെ നടുവും വെട്ട് വീട്ടിൽ കിടക്കുന്നതിനേക്കാൾ നല്ലത് സ്വിമ്മിങ് ആണ്. കുഞ്ചാക്കോബൻ, മിലിൻ സോമൻ, അക്ഷയ് കുമാർ, ഇങ്ങനെ എത്ര സെലിബ്രിറ്റികളാണ് ജിമ്മിൽ പോകും പോലും ചെയ്യാണ്ട് ആരോഗ്യകരമായ ക്രിയാത്മക ദിനചര്യകളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. സംഭവമൊക്കെ ശരിയായിരിക്കും, പക്ഷെ എനിക്ക് നീന്തൽ അത്ര അറിയില്ല. ബേസിക്സ് മാത്രമേ അറിയുള്ളൂ. നിനക്കറിയില്ല? ഡേയ്, ഇതിലങ്ങനെ അറിയാനൊന്നുമില്ല. കൈ കൊണ്ട് ചുമ്മാ നമ്മൾ ഇങ്ങനെ കാണിക്കണം. കാണിക്കുന്നു കാലിങ്ങനെ. ശരിയാ സാമേ,
സ്വിമ്മിങ്ങിന് പോയ ഒരു റിലാക്സേഷൻ ഒക്കെ ഉണ്ട്. യെസ്. നമുക്ക് പോയാലോ? പൂളി പോയി കൂളാവാം. ഞാൻ കുറേ വർഷമായി നീന്തിയിട്ട്. ആ അവന് എത്ര ഇത് പോരാ, നമുക്കൊരു കാര്യം ആ. വീട്ടിൽ പോവാം. എന്നിട്ട് അവിടെ നിന്ന് യൂട്യൂബിൽ സ്വിമ്മിങ് ട്യൂട്ടോറിയൽസ് ഒക്കെ കണ്ടിട്ട് പഠിച്ചിട്ട് നമുക്ക് കുറേ ദിവസം കഴിഞ്ഞിട്ട് നീന്താൻ പോവാം. ആ ഒരു സെക്കൻഡ് നമ്മളവൻ്റെ വാക്കിൽ വീണു പോയില്ലേ? ഡി എച്ച് മോനെ വാ പോവാം, പൂളി പോവാം. ഐ, അവന് നീന്താൻ ഇല്ലടാ, അറിയില്ല അവന്. ഇല്ല ഇല്ല, എനിക്ക് ഇപ്പോൾ ഓർമ്മ വന്നു, ഇപ്പോൾ ഓർമ്മ വന്നു. വാ പോവാം പോവാം. കേട്ടില്ലേ? വാ പോവാം. അല്ല, പക്ഷെ വേറൊരു കുഴപ്പമുണ്ട്. ഇവിടെ ഇപ്പോൾ പൂളൊക്കെ അടച്ചാണ്, പിന്നെ മഴ പെയ്ത് റോഡൊക്കെ തന്നെ ചെറിയ ചെറിയ പൂളായിരിക്കല്ലേ. അയ്യോ, നമുക്ക് വടയൊക്കെ കഴിച്ച് വീട്ടിൽ പോയി കുറച്ച് റിലാക്സ് ആയിട്ട് വേറെ ദിവസം വരാം. അതാണ് നല്ലത്. ഇങ്ങോട്ട് വാ, ഞാൻ നിന്നെ സ്പൈക്ക് ആക്കട്ടെ. അതെ, നീരജ് മോൻ ആരോടെങ്കിലും ഫൈറ്റ് ചെയ്യാറുണ്ടോ? ഡെർക്കിനോട് ഫൈറ്റ് ചെയ്യാറുണ്ട്. ലറുക്ക ഡെർക്ക് അതാരാ? അപ്പുറത്തെ ഫ്ലാറ്റിലാ. അവൻ എപ്പോഴും എന്നെ ശല്യം ചെയ്തോണ്ട്. ആ എന്നിട്ട് എന്നിട്ടെന്താ, ഞാൻ അവനെ ഇടിച്ച്. എവിടെ? ഇവിടെ. എടാ എന്നിട്ടോ? ഡാഡി എറിഞ്ഞു. വഴക്ക് പറഞ്ഞ? പിന്നെ വഴക്കോറെ മാത്രമല്ല, എന്നെ തല്ലാറുണ്ട്. അടിക്കാറുണ്ടാ? ഒരു ദിവസം എൻ്റെ കയ്യിൽ നിന്ന് അറിയാത്തൊരു ഗ്ലാസ് താഴെ വീണ് പൊട്ടി. അച്ചടാ. അതിന് ഡാഡി എന്നെ വഴക്ക് പറഞ്ഞു. അതിന് മമ്മിയുടെ നിന്ന് ഡാഡിക്ക് 4-5 അടിയും കിട്ടി. അത് കളിക്ക്, അത് കൊള്ളാലോ. എനിക്കൊരു സംശയം. താഴെ ഗ്ലാസ് വീണ് പൊട്ടിയതോ അതോ നീ പൊട്ടിച്ചതാ? അതെ, ഡാഡിയുടെ കയ്യിൽ നിന്ന് വഴക്ക് കിട്ടാണ്ടിരിക്കാനേ ചേച്ചി ഒരു ഐഡിയ പറഞ്ഞുതരാം. ഞാൻ പ്രയോഗിക്കണതാ. ലക്കി, സാർ, എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. എല്ലാം ഓക്കെ അല്ലേ? അണ്ടർ കൺട്രോൾ സാർ. കൂട്ടാ, ബി എ ഗുഡ് ബൈ. ഓക്കെ ഓക്കെ ഡാഡി. ഇതെന്താണ് 5ാം ക്ലാസ്സിലെ? എന്താണ് നിന്റെ മുഖത്തൊരു ഉന്മേഷം ഇല്ലാത്തത്? അതെ, കോൾഡ് വരുന്നുണ്ടാ. തുമ്മ കണ്ടില്ലേ? കണ്ടുണ്ട്, നല്ല നാച്ചുറൽ ആയിട്ട് കേട്ടോ. പോടാ, പൊടിയുടെയാണ്. അതിന് പൊടി ഉണ്ടായിരുന്നില്ല എന്നല്ലേ വരുന്ന വഴിക്ക്. ഇത് അങ്ങനെയുള്ള കാണുന്ന പൊടിയല്ല, ചെറിയ പൊടിയാണ്. ചെറുപ്പം പോലെ എനിക്ക് ആ പൊടി വലിയ പ്രശ്നമാണ്. എടാ നീ എന്തൊരു ഉടായ്പാണെന്നല്ലേ? അല്ല വാ, വെള്ളത്തിൽ ക്ലോറിൻ കാണും. നമുക്ക് ഇറങ്ങിയാലോ? ആ സമേ, വെള്ളത്തെ പേടിക്കേണ്ട കാര്യമില്ല. കൈ നൈസായിട്ട് ഇങ്ങനെ കറക്കി അങ്ങനെ പോടാ. ഇങ്ങനെ സൈക്കിൾ ഓടിക്കാൻ അറിഞ്ഞോളൂ, പക്ഷെ നീന്താനറിയാം. ഇറങ്ങുന്നില്ലേ? വാമപ്പാടം. അപ്പൊ ഞാൻ കട്ട് ചെയ്ത് ഇനി ഫുഡ് കഴിക്കേ. ഫുഡ് എനിക്ക് ഫ്രഞ്ച് ഫ്രൈസ് മതി. നോ ജങ്ക് ഫുഡ്. ഫ്രഞ്ച് ഫ്രഞ്ച്. എന്നെ തോപ്പിക്കണോ? എന്നെ തോപ്പിക്കണമെങ്കിൽ ഇത് കഴിക്കണം. ആ എന്താ ചിന്തോ, നീ എന്താ ആകെ ഒന്ന് വെളിവായ പോലെ, മുഖക്കൊന്നും മെന വെച്ചിട്ടുണ്ട്. ആണാ? ആ. ഞാൻ എന്താ സംഭവം? വിചാരിച്ച ലക്കിനെ കളിയാക്കുന്നു. ഏയ്, ഞാൻ നമ്മുടെ അച്ചാറിന് കാണാനായിട്ട്. ആ അത് ശരി, കൊള്ളാട്ടാ. എങ്ങനെയുണ്ട്? നന്നായിണ്ട്. ഈ ചത്തിട്ടേ ശവക്കല്ലറിന്ന് എഴുന്നേറ്റ് പറഞ്ഞ പോലെയുണ്ട്. ഏ? മോനെ നീ ഇത് കഴിക്കട്ടാ. ഇപ്പൊ വരാ, മുഴുവൻ കഴിക്കണേ. ഇപ്പൊ ഓ, വരാം. നീ ഇങ്ങട് വന്നേ. കോമഡി പറഞ്ഞാണല്ലേ? വാ. അതെ, ഞാൻ MD-നോടെ സാലറി ഹൈക്കിനെ കുറിച്ച് സംസാരിച്ചു. എനിക്ക് സാലറി കൂട്ടേണ്ട സമയം അതിക്രമിച്ചടോ. ആ പിന്നെ താൻ ചെയ്യണ പണിക്ക് തനിക്ക് സാലറി കൂട്ടി കിട്ടേണ്ട സമയം എന്നേ അതിക്രമിച്ച്. പിന്നല്ലാണ്ട് അത് കറക്റ്റാ. നീ ചെയ്യണ മണ്ടത്തരങ്ങൾ ഉൾപ്പെടെ ഞാൻ ശരിയാക്കി തരുന്നില്ലേ? ശരിക്ക് പറഞ്ഞാലേ മാസം നീ കുറച്ച് ശമ്പളം എനിക്ക് ഇങ്ങോട്ട് തരണ്ടതാ. ഇനിയിപ്പോ അതും കൂടെ പറ. എന്റെ പൊന്നുലക്ഷ്മി, എനിക്ക് ഒരു 10,000 ബക്സ് മറിക്കാൻ തരുമോ? എനിക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് എന്റെ കാര്യങ്ങളെല്ലാം നടക്കണില്ല ജിൻറ്റോ. വലിയ പാടാടോ. നീ HR-നെ കാണാൻ പോവല്ലേ? അങ്ങേരോട് സംസാരിക്കും. എനിക്കിവിടെ സാലറി കിട്ടണ തന്നെ വലിയ കാര്യം. ഇനി അത് കൂട്ടി കൂടെ തരാൻ പറഞ്ഞാലേ എന്നെ വെട്ടി വെച്ചു കൊല്ലും. അയ്യോ മോനവിടെ. ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചു, ഏതാ ചെക്കൻ? പോയി
പോയി നോക്കടാ, എന്റെ പണി പോയി. എവിടെയാ കുറിപ്പ്? അയ്യോ. എടാ സാമേ, ഒരു ഫേമസ് സ്വിമ്മർ ഉണ്ടായിരുന്നില്ലേ? എന്തായിരുന്നു അയാളുടെ പേര്? അയ്യോ അതവരെ അയ്യോ ജോൺ സ്നോനായി. പോടാ അവിടുന്ന്. എന്താ കിട്ടുന്നില്ല. ആ യെസ് യെസ്. അമേരിക്കൻ സ്വിമ്മർ. ആ ഏറ്റവും കൂടുതൽ തവണ ഒളിമ്പിക് മെഡൽ നേടിയിട്ടുള്ള ആൾ. എക്സാക്ട്ലി. ഇപ്പോൾ റിട്ടയർഡായി. 28 ടൈംസ് ആൾ ഒളിമ്പിക് മെഡൽ നേടിയിട്ടുണ്ട്. അതെ. ഇഫ് യു വോണ്ട് ടു ബി ദ ബെസ്റ്റ് യു ഹാവ് ടു ഡു ദ തിങ്സ് അതർ പീപ്പിൾ ആർ വില്ലിംഗ് ടു ഡു. ആളുടെ ഫേമസ് കോട്ടാണ്. എന്തൊരു മനുഷ്യനാണല്ലേ. ഇങ്ങനെ എന്തൊരു മനുഷ്യൻ എന്റെ നാട്ടിലുണ്ടായിരുന്നു. ഭയങ്കര കഴിവായിരുന്നു. ഒളിമ്പിക്സിലൊക്കെ പോയിരുന്ന ഈ മൈക്കിൾ ഫെൽപ്സിനൊക്കെ വെട്ടിച്ചാണ്. അല്ല നിങ്ങളെന്താ എന്നിട്ടെന്താ പുള്ളി പോവാത്തെന്ന് ചോദിക്കാത്തത്? താല്പര്യമില്ല. ആളായിരിക്കുമല്ലോ നിന്നെ നീന്തൽ പഠിപ്പിച്ചത്. അതെ, പിന്നെ എന്റെ ഗുരുവായിരുന്നു അദ്ദേഹം, ഡേവിസ് ഏട്ടൻ. നീ ഇപ്പൊ ഇങ്ങോട്ട് ഇറങ്ങി, ഞാൻ നിന്നെ പഠിപ്പിക്കാം. ബാ. എന്നെ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. നീ എന്തെങ്കിലും സംശയം എന്നോട് ചോദിക്കും, ഞാൻ പറഞ്ഞുതരാം. മോനെ സൗദി അറേബ്യയിലേക്ക് പെട്രോൾ ഏറ്റി ആക്കല്ലേ. ശരി. ഒരു കാര്യം പറഞ്ഞോട്ടെ. വിഷമാവില്ലല്ലോ. ഇതായിട്ടുള്ള അതെ, നീ രാവിലെ തൊട്ട് ഭയങ്കര പരാജയമാണ്. കുറച്ചെങ്കിലും നാണം ബാക്കിയുണ്ടെങ്കിൽ ഒരു 3 തവണയും വന്നിറങ്ങി മുങ്ങട. കഷ്ടം. മുങ്ങണേ കാണിച്ചാൽ അടുത്ത അഭ്യാസം ചേട്ടോ. നീ പൂളിലെ വെള്ളം പോലും ഞാൻ കൂട്ടിയിട്ടുണ്ട്. ടൈം കഴിഞ്ഞു, പൂള് ക്ലോസ് ചെയ്യാൻ പോവാ. ആണോ ചേട്ടാ? അതെ. അല്ല നേരത്തെ അത് സാർ, കുറച്ച് പിള്ളേർ ഇവിടെ ഒരു പ്രൈവറ്റ് പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതാ. ഞാൻ വാമപ്പായി വരുമായിരുന്നു. എനിക്കൊരു 10 ലാപ്പ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കുള്ളൂ. സോറി സാർ, അവർ എന്റെ പൊന്ന് ഡേവിസ് ചേട്ടാ, എന്നോട് ക്ഷമിക്കണം. എന്റെ കഴിവ് തെളിയിക്കാൻ എനിക്ക് അവസരം കിട്ടിയില്ല. എന്ത് പ്രഹസനോട് അടിയായി പോടാ. എന്താ പറഞ്ഞാടാ? നീരജ്, നീരജ്, നീരജ്. നീരജ്. ഹലോ സാർ. ക്യാബിനിലേക്ക് വരൂ. ഓക്കെ സാർ. ദൈവമേ, ഇതാരത് പൊട്ടിച്ചത്? സർ അറിയില്ല ആരാണെന്ന്. നിങ്ങളാണോ? എന്റെ ദൈവമേ, ഇതിഞ്ഞിപ്പോ എന്റെ തലക്ക്. അയ്യോ, എന്റെ പൊന്നിലാക്കിയത് ഞാനല്ല, സത്യമായിട്ടും. തല്ലാൻ വരുന്നതിന് മോന് ചേച്ചി ഒരു ഐഡിയ പറഞ്ഞുതരാം. എന്താ? ഡാഡി മോനെ തല്ലാൻ വരുന്നെന്ന് തോന്നിയാലേ എവിടെങ്കിലും കീറി ചെന്നങ്ങ് ഒളിച്ചോളണം. അപ്പൊ ഡാഡി കൊറേ നേരം അന്വേഷിച്ച് നടക്കുമല്ലോ. എന്നിട്ട് ഡാഡി കാണാണ്ട് പേടിച്ച് കരയാൻ തുടങ്ങും. അപ്പൊ അവസാനം ഡാഡി വാ പോലെ എന്നൊക്കെ പറഞ്ഞ് കരയാൻ തുടങ്ങും. അപ്പൊ നൈസായിട്ട് ഇങ്ങോട്ട് ഇറങ്ങി പോരണം. ഞാനൊക്കെ എത്ര ഫൈറ്റ് ഉണ്ടെന്ന് അറിയാം. നിങ്ങളെല്ലാരും പൊക്കോ, ഞാൻ മാനേജ് ചെയ്തോളാം. എന്നെക്കാളും വലിയ വിളിക്കുന്നോ ഈ ഓഫീസിലും? നീ ഇതിനകത്തുണ്ടായിരുന്നാ? ഇങ്ങോട്ട് വന്നേ. ആ പ്ലേറ്റ് അപ്പൊ നീയാ പൊട്ടിച്ചല്ലേ? പ്ലേറ്റ് പൊട്ടിച്ചാലും ഡാഡിയോട് പറയല്ലേ. നീയാണോടാ പ്ലേറ്റ് പൊട്ടിച്ചത്? ഞാനാ? ചേട്ടൻ പ്ലേറ്റ് ഉടച്ചിട്ട് എന്റെ തലയിലിടാൻ നോക്കണോ? ഞാനാ? ഈ കുറിപ്പിനാണ് നീ നോക്കി നടന്നത്? കാണിച്ചാ മോനെ പോയി. നീ എന്നെ വല്ലാണ്ട് പേടിപ്പിച്ച് കളഞ്ഞൂട്ടാ. നിന്റെ അച്ഛൻ എന്നെ വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു. അല്ല, നിനക്ക് ഈ ഗ്ലാസും പ്ലേറ്റ് ഒക്കെ പൊട്ടിക്കണത് സ്ഥിരം പരിപാടിയല്ലേ? എനിക്കറിയില്ലായിരുന്നു. ഡാഡിയെ പേടിപ്പിക്കാൻ ഞാൻ അവിടെ കയറിയെന്നാ ചേച്ചി എന്നെ കണ്ടുപിടിച്ച്. ഡാഡിനെ പേടിപ്പിക്കാനായിട്ട് ഞാനേ പേടിച്ചത്. ഇപ്പൊ എന്തുറ്റല്ലോ ഡാഡി വിളിക്കുന്നു. ഞാൻ പറഞ്ഞു കൊടുക്കും. പറയില്ലേ? ഞാൻ പറഞ്ഞു കൊടുക്കും. പറഞ്ഞാ കൊല്ലും. വേണ്ട വേണ്ട. ഹലോ സാർ. സാർ, ഞങ്ങളൊന്ന് ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി പുറത്തു പോയതായിരുന്നു. ആ ഓക്കെ സാർ. പോവാം. അങ്ങോട്ട് ഐസ്ക്രീം കഴിക്കാം. ഐസ്ക്രീം നിന്റെ നമുക്ക് തന്നാട്ടല്ല. ഇവിടെ ഇറങ്ങി ഇങ്ങട്. ഏത് ഫ്ലേവറാ വേണ്ടേ? പിസ്ത. ആ എന്നാ വാ. എനിക്ക് പിസ്ത ഇഷ്ടം.